Sisira group. നമസ്കാരം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിശിര ഗ്രൂപ്പിൻ്റെ വർക്ക്ഷോപ്പ് വീഡിയോ ആണ് കേട്ടോ. സമയം രാത്രിയായി. നമ്മൾ മറ്റേ വണ്ടി എടുക്കാൻ വന്നപ്പോൾ കൂട്ടത്തിലെടുത്തതാണ്. അപ്പോൾ കുറച്ച് ഇരുട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ ആരും നമ്മുടെ ശിശിര ഗ്രൂപ്പ് വർക്ക്ഷോപ്പ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ശിശിര ഗ്രൂപ്പിൻ്റെ വർക്ക്ഷോപ്പ്. നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളും സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ചെറിയ വണ്ടി തൊട്ട് വലിയ വണ്ടി വരെ അവർ പണിയുന്നുണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു വണ്ടിയാണ് കണ്ട. ഇനി വണ്ടികളിലേക്ക് കിടക്കാം. ഇവിടെയാണ് അല്ല ചേട്ടാ, ഇവിടെയാണല്ലോ ഇതിൻ്റെ ഫ്രെയിം വർക്ക് മറ്റു സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത്. സ്ട്രക്ചർ അല്ലേ? ഓക്കെ, അവിടെ നിന്ന് തൊട്ട് തുടങ്ങാം. സ്ട്രക്ചർ വർക്ക് ഇവിടെ നിന്ന് തുടങ്ങും. അവിടെ നിന്ന് അല്ലേ? ഓക്കെ. ഇങ്ങനെ ഇവിടെ നിന്നാണ് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് സെറ്റാക്കണം കേട്ടോ. അതിൻ്റെ വേണ്ട കമ്പികളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ അതെന്താക്കും. പിന്നെ അതിൻ്റെ ഓ ഇതാണല്ലേ? ഓക്കെ ഓക്കെ. എന്താല്ലേ ഒരു കണക്കിന് ഇരുട്ടാകുമ്പോഴൊന്നും കൂടിയും കാണാൻ പറ്റുള്ളൂ. അതെല്ലാം നന്നായിട്ടുണ്ട്. ഇത് ഏത് മോഡൽ ഡിസൈൻ? ഇത് നിങ്ങളുടെ ടിപ്പിക്കലായിട്ട് നിങ്ങൾ തന്നെ പണിയാതായിരിക്കും അല്ലേ? സതീഷേട്ടനാണ് മുന്നിൽ പോണത്. ആളാണ് ഈ വർക്ക്ഷോപ്പിൻ്റെ ഓൾ ഇൻ ചാർജ് എല്ലാം കേട്ടോ, നമ്മുടെ ശിശിര ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഇതാണിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വണ്ടി അല്ലേ? ഇത് പുത്തൻ വണ്ടിയാണോ? പുത്തൻ ചേസ് അല്ലേ? എൻ്റെ ഐഷറാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വന്നിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. ഇത് എത്ര സീറ്റ്? 34 സീറ്റിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടല്ലോ. അസ്ത്ര മോഡൽ പോലെ തോന്നും. അസ്ത്ര ആണോന്ന് ചോദിച്ചാൽ അസ്ത്രയല്ല അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ വണ്ടിയിലേക്ക് പോവാം. ഇതും സെയിം തന്നെയാണല്ലേ? ഇപ്പുറത്തുള്ള വണ്ടി പോലത്തെ വണ്ടി തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. ശരിക്കും നോക്കി നടക്കണം അങ്ങനെയുള്ള സ്ഥലത്ത്. തകിട് ഈ രീതിയിലാണ് അടിച്ചിട്ട് ഒക്കെ ആദ്യം വരിക. അതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം എടാ പിന്നെ താടിയിലേക്ക് ഓക്കെ. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ തകിടുകളാണ് അടിക്കുക കേട്ടോ. ആദ്യം സ്ട്രക്ചർ ഇങ്ങനെ പണിതതിന് ശേഷം ഇതുപോലത്തെ തകിടുകൾ ഇങ്ങനെ അടിക്കും. ഇങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ തകിടൊക്കെ കീറി കിറന്ന് പറഞ്ഞ സൗണ്ടിൽ കീറിപ്പോവും. കണ്ടില്ലേ? ഇതാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള പുതിയ മോഡൽ. അതിൻ്റെ ബാക്ക് കേട്ടോ നന്നായിരിക്കുന്നുണ്ടല്ലേ? പുതിയ മോഡൽ ബാക്കാണിത്. അടിപൊളിയുണ്ടല്ലേ? പിന്നെ ഈ ഒരു സൈഡിൽ തകിടും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഭാഗം കണ്ടോ, ഇത് പ്രത്യേക ഒരു സംഭവം ഇങ്ങനെ ഉണ്ടോ. അതിൻ്റെ ഒരു ഈ ലാർച്ചൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ശരിക്കും എത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ ഇറങ്ങണമെങ്കിൽ. നമുക്ക് ബാക്കിലേക്ക് തന്നെ നടക്കാം. നമ്മളെ ഈ ഒരു അസ്ത്ര മോഡലിലെ വണ്ടി എല്ലാം ഒരേ ഡിസൈൻ തന്നെ ആയിരിക്കില്ല എല്ലാ വണ്ടികളും? ചെയ്തു കൊടുക്കുക. ഇവിടെ എത്ര ടൈപ്പ് മോഡലുണ്ട്? ഓ ഇതിന്റെ ടെയിൽ ലാംപ്സ് ഒക്കെ അല്ലേ? ഈ ടൈലാകുമ്പോൾ ഓ ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണത് ശരിക്കും. അപ്പോൾ ഒരു നമ്മുടെ തന്നെ ഒരു ടിപ്പിക്കൽ ഡിസൈനും കാര്യങ്ങളൊക്കെ അല്ലേ? കയ്യൊപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും വലിയൊരു നമ്മളെ കേരളത്തിൽ തന്നെ ഒരു സെറ്റപ്പ് ആയിട്ടുള്ളൊരു ബോഡി ബിൽഡർ ആണല്ലേ ശിശിര എന്ന് പറഞ്ഞാൽ. ശരിക്കും നമ്മൾ വരാൻ വൈകി ശരിക്കും പറയാച്ചാൽ. വലിയൊരു പ്രസ്ഥാനം തന്നെ കേട്ടോ. ആ ആ. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ ഊരി വെച്ചേക്കണുണ്ട് ആരെങ്കിലും ആണ്ടാ? സ്റ്റീറിങ് ഇതൊക്കെ ഊരി വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വണ്ടി പണിത്. എല്ലാം കഴിയുമ്പോൾ അതിന് ഇതെല്ലാം പിടിപ്പിക്കുള്ളൂ. എൻ്റെ ഫ്രണ്ട് അതിൻ്റെ ഡിസൈൻ ആണല്ലേ? കവളൊക്കെ കണ്ട ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കവളൊക്കെ വരിക. ആ ആ. ഫ്രണ്ടൊക്കെ ഇവിടെ തന്നെ ചെയ്യാമല്ലേ? ഓ ഓ. ആ ഇതിൻ്റെ ആ ഫൈബറാണ്. ഫൈബറാണ്. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ പ്രകാശിൻ്റെ ഒക്കെ വരുന്നത് ഫൈബറിനല്ലേ? ഓക്കെ ഓക്കെ. ഇത് കാരവാനാണല്ലേ?
ഓക്കെ ഓക്കെ. ആ പല്ലാശുപത്രി ശരി. എല്ലാ ടൈപ്പും വരുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ. ഇപ്പം മറ്റേ ഡെൻ്റൽ, പിന്നെ അതുപോലെ കണ്ണിൻ്റെ ഒക്കെ വരുമല്ലോ. ഐ ഹോസ്പിറ്റലിൽ പണിയുണ്ടല്ലോ. ട്രീറ്റ്മെൻറ്റ് റൂം അല്ലേ? ട്രീറ്റ്മെൻറ്റ് റൂമാണ്. ഇതൊക്കെ ഇങ്ങനെ നോക്കണ്ട, പണി കഴിഞ്ഞ് വരുമ്പോൾ വേറെ ലെവലാവും ശരിക്കും. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള മെറ്റീരിയലൊക്കെ എന്താ ഉള്ളിലിപ്പോൾ വെച്ചിട്ടില്ലേ ഈ സംഭവങ്ങളൊക്കെ? ഇത് സ്റ്റീലാണല്ലേ? ഒറിജിനൽ സ്റ്റീല്. ഓക്കെ ഓക്കെ. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിലേ ഷീറ്റ്, അതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ ഇതിനൊക്കെ കാണുന്ന പാനൽ, ഒരു അലുമിനിയം പാനലിൻ്റെ സംഭവം തോന്നുന്നു അല്ലേ? നമുക്കിനി ഇപ്പുറത്തേക്ക് കിടക്കാം. ഇവിടെ കണ്ടമാനം വണ്ടികൾ കിടക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ ആകുമ്പോൾ ആക്ഷൻ ലെങ്ത്തും വേണമല്ലോ, നല്ല ശരിയാവുള്ളൂ. അത് വോൾവാണല്ലേ ആ കിടക്കണ വണ്ടി? അപ്പോൾ ഇത് ഇപ്പോൾ സ്ട്രക്ചർ അടിച്ച് വന്നിട്ടുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. ഒരു വണ്ടി ഇവിടെ പണിയുണ്ട്. ഇവിടെ ഇത് റൂട്ട് ബസ്സാണ്. ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടികളും പണിയും അല്ലേ? ടൂറിസ്റ്റ് ബസ്സും ഒക്കെ പണിയും അല്ലേ? എന്താ അല്ലേ, എല്ലാ ടൈപ്പ് വണ്ടികളും ഇവിടെ പണിത് ഒരു ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പെയിൻ്റൊക്കെ അടിക്കുന്നുണ്ട്. ഈ ആകെ കുച്ചിക്കിച്ച് ലോറിയൊക്കെ കിടക്കുന്നുണ്ട്. എല്ലാ ടൈപ്പ് വണ്ടിയുണ്ട്. സർവീസ് സെൻറ്റർ കൂടിയാണ് നമ്മുടെ ഐലൻഡിൻ്റെ. ഗ്രീൻ ലൈൻ കിടക്കുന്നുണ്ട്, ലോറി കിടക്കുന്നുണ്ട്, പല വണ്ടികളും ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്ട് ലോറി കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇതാണ് അവരുടെ, ഞാൻ ഫസ്റ്റ് കാണിക്കേണ്ടത് ലാസ്റ്റ് കാണിക്കുകയാണ് കേട്ടോ. ശരിക്കും ഫസ്റ്റ് ശിശിരയുടെ ബോർഡ് അതാണ് ശരിക്കും വലിയൊരു സംഭവം തന്നെ കേട്ടോ. ശിശിര, അതിൻ്റെ ഒപ്പം നമ്മുടെ അവിടെ ഒരു പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ശിശിര ഒരു സംഭവം തന്നെയാണ്. ഇവിടെ വന്നപ്പോഴും മനസ്സിലായത്. ശിശിര ഓട്ടോമൊബൈൽസ്